A monkey. എന്താണ് കാര്യം പറ. നമ്മുടെ നാട്ടില് ധനലക്ഷ്മിയാണ്. Dad, തക്കടു can I have a quid to donate it to the school? ഓർക്കിഡ്. അമ്മ എന്തിട്ട് തക്കടു ഞങ്ങളെ സ്കൂളിലേക്ക് ഓർക്കിഡ് വേണമെന്ന് പറയണേ? Dad, a quid means £1. ഓ, 1 പൗണ്ടിനെയാണോ ക്യുഡ് എന്ന് പറയാ? Yeah. ഓ, 1 ക്യുഡ് എന്ന് പറഞ്ഞാ 1 പൗണ്ട്. ഒരു പൗണ്ട് തരാം, നോ പ്രോബ്ലം കേട്ടോ. നാളെ ആവട്ടെ. Okay. Dad, ഇനി എന്തിനാ തക്കടുവോ? can I have a pony to get a pizza? എന്തിനാ കുതിരയൊക്കെ വേണമെന്ന് പറയണേ? Oh my god. A pony means £25. ഓ, 25 പൗണ്ട്സിന് പറയണാണോ പോണീന്ന്? Yeah. ഇതെന്തിട്ട് മൃഗങ്ങളുടെ പേരൊക്കെയല്ല ഈ പൈസക്ക് ഇടണ. അതൊക്കെ നമ്മുടെ നാട്ടില് ധനലക്ഷ്മിയാണ്. ഇപ്പൊ 25 പൗണ്ട്സ് എന്ന് പറഞ്ഞാ പോണി. Yeah. പിസ വാങ്ങിക്കാൻ വേണ്ടിട്ട്. ശരിയാക്കി തരാം. കാർഡ് എടുത്തോ, ശരിയാക്കി തരാം കേട്ടാ. Okay. എന്തിട്ട് പറയാ, ഒരു നാടേ. എത്ര കമന്റ്സ് ഇട്ട വീഡിയോയുടെ കമന്റ്സിന് റിപ്ലൈ ചെയ്തോ. എന്തിന്റെ കാര്യം പറ. Look at this iPad. How is it? സൂപ്പർ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് പോലെ അല്ലല്ലോ അല്ലെ. ഇവിടെ പഠിക്കണമെങ്കിൽ ഐപാഡ് വേണം. എന്തൊക്കെ കാര്യങ്ങളാ. ഞാനൊക്കെ ഐപാഡ് കണ്ടതെന്ന്. എന്തിന്റെ സംഭവം ഇപ്പൊ ഐപാഡ്? Can I have a monkey to buy this iPad? കോരങ്ങനെയാ? കോരങ്ങനെ കൊടുത്തിട്ട് ഐപാഡ് വാങ്ങിനെ? No, a monkey. എന്താണ് കാര്യം പറ. എന്തിനാ മങ്കി ഐപാഡ് വാങ്ങിക്കാൻ? Monkey means £500. ഓ, 500 പൗണ്ട്സിനെ പറയണാണോ മങ്കി? 25 പൗണ്ട്സിനെ പോണി, 500 പൗണ്ട്സിനെ മങ്കി. ഇതെന്തൊക്കെയാ ഇവിടെ നടക്കണേ? ഇതേപോലെ ഇനി വേറെ കാര്യങ്ങളും ഇല്ല ഉണ്ടാ? £1 is a quid. Okay. £25 it's a pony. Okay. For £100 it's a ton. For £500 it's a monkey. For £1,000 it's a grand. ഓ, ഇതൊക്കെയാണോ ബ്രിട്ടീഷ് സ്ലാങ് ഫോർ മണി? Yes. ഓ, എന്തൊക്കെയാ. അപ്പൊ ബ്രിട്ടീഷ് സ്ലാങ്ങില് 1 quid is 1 pound, 25 pounds is a pony, then 100 pounds is a ton, 500 pounds is a monkey, 1000 pounds is a grand. അപ്പൊ കാശ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല ഇവിടെ. ഇതൊക്കെ അറിയണം. അല്ലെങ്കിൽ കടയിൽ പോയിട്ട് പോണി മങ്കിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ആകെപ്പെടും അല്ലേ? ഓക്കെ. സോ ഓണായിട്ട് ഫൈനലി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും Happy Onam. ഹാപ്പി ഓണം. See you in the next video. Okay.